ഓക്കെ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മേനോടെ ഒച്ചത്തിൽ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഉറക്ക സംസാരിച്ചോണ്ടു. അച്ഛനോട് ഇത്തിരി ഉറച്ച കുറയ്ക്കാനും. ഓക്കെ, അപ്പം ഇന്നെന്താണ് സൗണ്ട് കുറവ്, അച്ഛന് കൂടുതലും, ഞാനാണ് അടിപൊളി. ഓക്കെ, എന്താണ് ഉറക്ക പറഞ്ഞോണ്ടു? ഇല്ലില്ല, അത്രയൊന്നും ഉണ്ടാവില്ല. അവിടെ എന്താ പരിപാടി? നാളികേരം പൊട്ടിക്കാം. അപ്പൊ ഇന്ന് എന്താണ് സ്പെഷ്യല്? ഇതാണ് പനംപൊടി. പന വിരക്കിയത് അല്ലേ? ഓക്കെ ഓക്കെ. ആ, ഇങ്ങനെ കൂടെ അസിസ്റ്റന്റ് ഉണ്ടല്ലേ, അതെടുക്കൂ. ഓക്കെ, അപ്പം ഇതെന്തൊക്കെയാണെന്ന്. പനംപൊടി ഉണ്ട് ഇവിടെ, ഏലക്കായ, പിന്നെ ശർക്കരയുണ്ട്. ഓക്കെ, നാളികേരം ഉണ്ട് അല്ലേ? ഓക്കെ, ആദ്യം സ്റ്റാർട്ടിങ് വിത്ത് തേങ്ങ. ഓക്കെ ഓക്കെ ഗൈസ്, ഇനി എന്താ പരിപാടി? തേങ്ങ ചിരകണം. അരമുറി തേങ്ങ ചിരകാനുണ്ട്. അപ്പോഴേക്ക് ഞാൻ പുറത്തത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ആകാശമൊക്കെ നല്ല അടിപൊളിയായിരിക്കുന്നുണ്ട്. ഓക്കെ, ഇതാ തേങ്ങ നമ്മൾ മൊത്തമായിട്ട്, ഇത് എത്ര? അരമുറി ഉള്ളൂ. അരമുറി തേങ്ങ. ഓക്കെ, അപ്പം നമ്മൾ അത്ര യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം തേങ്ങ അത്രയേ ഉള്ളൂ, അരമുറി. ശർക്കര എത്ര മൊത്തം ആഡ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആണോ? ഓക്കെ. ഏലക്കായ നന്നാക്കുന്നുണ്ട് അസിസ്റ്റന്റ്. ഞാൻ ക്യാമറാമാൻ. ഓക്കെ, ഇനി എന്താ പരിപാടി? വെള്ളം എടുക്കാൻ പോ. ഓക്കെ, അപ്പോൾ വെള്ളം എടുക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത് തിളപ്പിക്കണം അല്ലേ? ആ, ഈ പൊടി കലക്കും. പൊടി കലക്കിയതിനു ശേഷം നന്നായിട്ട് വെള്ളത്തിൽ കഴിഞ്ഞാൽ പിന്നെയാണ് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് കുറുകുമ്പോൾ ഇതിനെ ഒഴിക്കും. ശർക്കരയും ഓക്കെ, തേങ്ങയിടും. ചെറിയ ചൂടിൽ തേങ്ങയിടും. സിമ്പിളാണ് വളരെ. ഓക്കെ, നടക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് എന്താ? വെള്ളം ഒഴിക്കാൻ പോവാ. വെള്ളം ഈ ഒരു മഗ് മതിയാവുമോ? അരമഗ്ഗും കൂടി വേണ്ടി വരും. അപ്പം ഇതാ ഇത്രയും വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര ml ഉണ്ടാവും എന്ന് എനിക്ക് വലിയ പിടിയില്ല. ഓക്കെ, ഒരു 1 ലിറ്റർ വെള്ളമുണ്ട്. ഒരു 250 ഗ്രാം പന വിരകിയ പൊടിയുണ്ട്. തേങ്ങ, ഏലക്കായ നന്നാക്കുന്നു. പനംപൊടി അല്ലേ? ഈ പനംപൊടി എങ്ങനെ ഉണ്ടാക്കുക? പനംപൊടി ഉണ്ടാക്കുന്ന പണ്ടൊക്കെ ഞങ്ങൾ എവിടെയെങ്കിലും പന വെട്ടുന്ന സമയത്ത് അവിടെ ഞങ്ങൾ മുറം കൊണ്ട് പോകും. അമ്മയിൽ പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഭക്ഷണമാണത്. അത് ശരി. അതായത് പന ഇറമ്പന കുടപ്പന ഇരിക്കില്ലേ? ഞാൻ ഇറമ്പനയൊക്കെ കഴിച്ചു. ഇതൊക്കെ എന്താന്ന് പോലെ എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ, ഇറമ്പനും കൊടമ്പനും. കൊടപ്പന ആണ് നമ്മള് ഇതിനൊക്കെ ഉപയോഗിക്കുക. എന്തിന്? തൊപ്പിക്കൊട, കാൽക്കൊട ഉപയോഗിക്കുന്ന ഓല. ഇറമ്പനയുടെ ഓലയാണ് ആനയ്ക്കൊക്കെ തിന്നാൻ കൊടുക്കുന്നത്. ഓ, മറ്റേ പനമ്പട്ട. പനമ്പട്ട, അതാണ് ഇറമ്പന. ഓഹോ, ഓക്കെ. മറ്റേ കൊടപ്പന. കൊടപ്പന. കൊടപ്പനേന്റെ മേലെ വെള്ളം ഓക്കെ
ഓക്കെ അപ്പം അങ്ങനെയാണ്. രണ്ടിന്റെ പൊടി ഉപയോഗിക്കും. ബട്ട് ഇത് വന്നിട്ട് ഇളം പനയാണ്. അപ്പൊ ഈ പന വെട്ടുന്ന സമയത്ത് അതിനെന്താ ചെയ്യാ? അതിന് അതിന്റെ പാത്തി ഉണ്ടല്ലോ, പാത്തി പുറന്തോട്. അത് ഈ പണ്ട് ആനയിലേക്കൊക്കെ പശു തൊഴുത്തിന്റെ പശുവിനൊക്കെ കിട്ടുന്ന താഴത്ത് ഇടും. അതിന്റെ മേലെ പശുവിനെ ഞാൻ ചോദിച്ചത് പനംപൊടി ഉണ്ടാക്കണ അച്ഛൻ പറയുന്നത് അതിനുള്ളിലത്തെ സാധനമാണ് പൊടിയിട്ട് വരുന്നത്. എന്ത് ചാണകോ? അല്ല, പശുത്തൊഴുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് തൊഴുത്തിലേക്ക് വേണ്ടിയിട്ടാണ് അതിന്റെ ഔട്ട്ഡോർ യൂസ് ചെയ്യുന്നത്. ഇന്നതുമായി നമ്മൾ പൊടി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. അതിങ്ങനെ ചതയ്ക്കും. നമ്മൾ കൂവപ്പൊടി ഉണ്ടാക്കിയില്ലേ, അതേമാതിരി ഇടിച്ചതിന് ശേഷം അത് വെള്ളത്തിൽ തുണി കെട്ടിയിട്ട് പിഴിഞ്ഞിട്ട് പൊടി ഉണ്ടാക്കി നമ്മൾ ഉണക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കൂവപ്പൊടി ഉണ്ടാക്കിയ വീഡിയോ. ഒരു 1-2 പ്രാവശ്യം വെള്ളം മാറ്റിയാൽ മതി. ഓക്കെ. അപ്പൊ അതാണ് സംഭവം. അപ്പൊ അങ്ങനെ മരം വെട്ടിയിട്ടുണ്ടാക്കുന്ന പരിപാടിയല്ലേ? ഓക്കെ. ഞാൻ പൊടി എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചപ്പോ അച്ഛൻ ആലയില് പശുവിന്റെ തൊഴുത്തിലെ കഥയൊക്കെ പറയുന്നു. കള്ള്, നൊങ്ക്. ഓക്കെ. അപ്പൊ ഈ യക്ഷിയൊക്കെ താമസിക്കുന്നത് ഏത് പനേന്റെ? രണ്ടിലും ഉണ്ടാവും. മറ്റേ കുറുക്കനൊക്കെ കൊണ്ടുപോകുന്ന പറയുന്നതോ? അതിന്റെ പൂവ്. ഓഹോ ഹോ. കൊറേ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. ഓക്കെ. ഓഹോ ഹോ. ഓ അതല്ലേ. ഓ ആ പനങ്കൊല നോക്കൂ ഗൈസ്. ഓ വെളിച്ചടിക്കുന്നു മുഖത്തേക്ക്. അതെ. അയ്യോ. അതെ അതല്ല ഈ മേലത്തെ വെളിച്ച് തലയിലടിച്ചിട്ട് ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പം ഇത് അച്ഛനെ എവിടെ നിന്ന് കിട്ടിയതാ ഈ പൊടി? ഫ്രണ്ട് കൊടുത്തതാന്ന് പറഞ്ഞു. അത് ശരി. ഓക്കെ. അതിന് ശേഷമാണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് അല്ലേ? ഓക്കെ. അപ്പം നമ്മളിതാ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അത് ഓണാക്കണം. ഓണാക്കണ്ടേ? ഓഹോ. ആ ഇട്ടോളൂ, നോ പ്രോബ്ലം. കട്ട പിടിക്കൂലേ? ഓക്കെ. ഒന്ന് തിളക്കട്ടെ. ശരിക്കും അമ്മ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അമ്മ നന്നായിട്ട് സംസാരിക്കും, അടിപിടിയൊക്കെ ഉണ്ടാക്കും. വീഡിയോ അങ്ങോട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ മ്യാവൂ. ഓക്കെ. അമ്മ അത് അവിടെ ഇളക്കുന്നുണ്ട്. എന്താ കോംപ്ലാൻ ബൂസ്റ്റ് പോലെ ഉണ്ട്. ബൂസ്റ്റ് അല്ല, നമ്മുടെ ഏലക്കായ പൊടിക്കാൻ പോവാണ്. ഓക്കെ, അത് നടക്കട്ടെ. അപ്പം ഇതെല്ലാം കൂടി ഇതിപ്പോൾ ഓണാക്കുമോ? ആണോ? എന്നാൽ ഓണാക്കിക്കോളൂ. അതവിടെ ഓണായി. ഒരാളിവിടെ ഏലക്കായ പൊടിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഇത് ഒന്ന് സെറ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ശർക്കര നമ്മൾ ചെറുതാക്കുന്നുണ്ട്. ശർക്കര നമ്മൾ ഇപ്പോഴേ ആഡ് ചെയ്യും അല്ലേ? ഓക്കെ. ശർക്കര ഉരുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ. അപ്പം ശർക്കര നമ്മളിപ്പോൾ തന്നെ ആഡ് ചെയ്യും. അതവിടെ ഇളക്കുന്നു. ശർക്കര ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. തെറിച്ചാൽ എവിടെയൊക്കെ വെള്ള കളർ വരും. ഒരു ഹെൽപ്പർ എപ്പോഴും വേണം. എന്താ ചെയ്യുക? ഓക്കെ ഗൈസ്, ശർക്കരയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി അത് അവിടെ കിടന്നിട്ടാവട്ടെ. ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഇതുണ്ടോ, തേങ്ങനെ മേലേക്ക് ഇങ്ങനെ 3 കണ്ണാക്കി വെച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ ചീഞ്ഞു പോകുന്നാണ് പറഞ്ഞത്. ഓഹോ, എന്തൊക്കെ ടെക്നിക്കാണ് നിങ്ങളുടെ കയ്യിൽ? കേടുന്നു അല്ലേ? ഓ
കണ്ണിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് അങ്ങനെ ഓക്കെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ദിവസം ആണല്ലേ ഓക്കെ നടക്കട്ടെ. അപ്പോൾ ഇതവിടെ കളറൊക്കെ മാറിയില്ലേ? ഓക്കെ. ഉരുക്കുന്നില്ലേ കുട്ടി? ഇപ്പം തന്നെ ഏലക്കായും ഇടാനുള്ള പ്ലാനാണ്. തേങ്ങ ലാസ്റ്റിലേക്ക് അല്ലേ? ഓക്കെ. അതാകുമ്പോൾ ഫ്ലേവറൊക്കെ ഇറങ്ങിക്കോളൂ അല്ലേ? പൊടിച്ചതല്ലേ? ഗായ്സ് ഇതാ നമ്മുടെ ആള് കുറുകി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അമ്പ ചോക്ലേറ്റ് പോലെ അടിപൊളി. ഇനി തേങ്ങ ഇടാൻ പോവാ. മേലേക്ക് തെറിക്കണ്ടേ? ഗ്യാസ് ആ ഹാ ഹാ. ഇത് നമ്മൾ ഇന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കൂലേ? അതൊന്ന് പരത്തി ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കും. നാളെ നമുക്ക് അതിനെ മുറിക്കാം. ഹലുവ മാതിരി മുറിച്ചെടുക്കും. ഓഹോ. ചൂടോടുകൂടി കഴിക്കുന്നവരുണ്ട്. അല്ല നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടയാക്കിയിട്ട് കഴിക്കാം. അതാവും നന്നാവുക. ഓക്കെ. അപ്പം ഇത് പ്ലേറ്റിലേക്ക് ആക്കുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. കുറച്ചും കൂടി കട്ടിയാവണോ? ഒന്നും കൂടെ കട്ടിയാവും. ആണല്ലേ? മേലേക്ക് തെറിക്കണ്ടേ? നല്ല രസമുണ്ടാവും. ഓക്കെ. നമ്മൾ പ്ലേറ്റിലേക്ക് നെയ്യ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതായിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കും അല്ലേ? ഓക്കെ. ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തു കാരണം നാളെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പണ്ട് ഇതെങ്ങനെയാ അറിയാം? പിന്നെ ഉപ്പിട്ട് വേവിക്കും. ഉപ്പോ? ഉപ്പിട്ട് വേവിക്കും. എന്നിട്ട് പ്ലേറ്റിൽ രസമുണ്ടാവൂ. കറി എന്താ അറിയോ? മീൻകറി അല്ലെങ്കിൽ എരിന്തിന്റെ കറി. എരിന്ത് കക്ക. മൈ ഗോഡ്, നിങ്ങളുടെ ഓരോ കോമ്പിനേഷൻസേ. ഇത് ഉപ്പിട്ടിട്ട് കട്ടയാക്കി വെച്ചിട്ട് മീൻകറി ഒക്കെ കൂടി കഴിക്കുന്നവര് ആണോ? ആണോ? എന്നാ നമുക്ക് വേറെ ദിവസം അതും ഉണ്ടാക്കാം. കോമ്പിനേഷൻ ആയിക്കോട്ടെ. ആണോ? ശരി. ഓക്കെ. അപ്പോൾ നമ്മുടെ ഗീ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയുണ്ട്? മധുരം ഓക്കെ ആണോ? ഓക്കെ. അസിസ്റ്റൻ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ. നോക്കട്ടെ. അപ്പം ഇനി ഇത് നമ്മൾ ഒഴിക്കാനായിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് തിളയ്ക്കണം എന്നാണ് പറഞ്ഞത്. അല്ലേ? കൊള്ളാം. ഹെൽപ്പ് ചെയ്യുമ്പോൾ വൃത്തികേടാക്കൂല ഇവിടെയൊക്കെ. ഓക്കെ. അപ്പോൾ ഒഴിക്കാം. ആയി വാ, ഗംഭീർ. ഫ്രിഡ്ജിൽ കൂടി വെച്ച് കഴിഞ്ഞാൽ അവൻ ഉഷാറായിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് രാവിലെ ആവണല്ലേ? ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്. നാളെ വരെ വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇടയ്ക്കൊന്ന് തോണ്ടിയൊക്കെ നോക്കി നോക്കാം. ചെറിയ കുട്ടികളാകുമ്പോൾ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യണം. അവിടെ തിന്ന. അത് ശരി. ഫ്രിഡ്ജിലേക്ക് വെക്കാം അല്ലേ? ഓക്കെ. ഇതാണ് നമ്മുടെ ആള്, പന വിരകിയത്. ആണല്ലേ? ഓക്കെ. അപ്പം അത് ഞാൻ നാളെ മുറിച്ചിട്ട് കാണിച്ചു തരാം. ഈ വീഡിയോ തന്നെ ആഡ് ചെയ്യാം. ആണോ? നൊസ്റ്റാൾജി വരുന്നുണ്ടോ? ശരി, എല്ലാവരും അല്ലേ? ഓക്കെ. ആ ചട്ടീനെ കഴുകേണ്ടി വരുമോ? ചട്ടി വൃത്തിയായി. കൊള്ളാം, സൂപ്പർ. ഇത് ഇപ്പോൾ കട്ടിയായി.
ഗായ്സ് നമ്മുടെ സാധനം കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പം ഇന്ന് നമ്മളിത് പുറത്തെടുത്തു ഫ്രിഡ്ജിൽ നിന്ന്. അച്ഛൻ കട്ട് ചെയ്യുന്നുണ്ട്, അമ്മ അവിടെ ഉണ്ട്. അപ്പം ഇത് കഴിച്ചിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. പുറത്ത് നല്ല മഴയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്, അടിപൊളി. ഹലുവേനേക്കാൾ ടേസ്റ്റ് ഉണ്ട്.